അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി ഡ്രിങ്ക് ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പുതിനയിലയാണ്. 1/2 കപ്പ് പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പ് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പുതിനയില നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡ്രിങ്ക് ഉണ്ടാക്കിയാലും കുറച്ച് പുതിനയില ഇട്ട് ഡ്രിങ്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉന്മേഷവും നല്ല ഉണർവും ഒക്കെ കിട്ടും. അപ്പോൾ 1/2 കപ്പ് പുതിനയില ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഇടാനായിട്ട്. ഒരു ടിന്നിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പുതിനയില ഇട്ട് വെച്ചതിന് ശേഷം അടച്ചു വെക്കുക. കുറേ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പുതിനയില ഇരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് നാരങ്ങ നീരുണ്ടാവും. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 നാരങ്ങ പിഴിഞ്ഞ് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ബ്ലാക്ക് സോൾട്ട് ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പം ഞാൻ സാധാരണ ഉപ്പാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ്. 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ശർക്കരയുടെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ആണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതേ ഉള്ളൂ. അരിച്ചെടുത്ത ജ്യൂസ് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ കരിമ്പില്ലാത്ത കരിമ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്തും ഈ നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. നല്ലൊരു ഉന്മേഷവും നല്ലൊരു ഉണർവും കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും പുതിനയിലയും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പുതിനയിലയും കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ജ്യൂസിനും. അപ്പോൾ കരിമ്പില്ലാത്ത ഈ കരിമ്പ് ജ്യൂസ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്